മാത്രമല്ല ചില സാഹചര്യങ്ങളിൽ വസ്തു വിൽക്കുന്ന ആളോ അല്ലെങ്കിൽ അവരുടെ ബ്രോക്കറോ ഒക്കെ രേഖകളിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടാവും. ഇനി ഈ ചതിയിൽ പെട്ടു എന്ന് വിചാരിക്കുക, എന്തായിരിക്കും പ്രോബ്ലം? വാങ്ങിയ വസ്തുവിൽ ഒരു ഷെഡ് പോലും കെട്ടാൻ പറ്റില്ല, ഒപ്പം വൈദ്യുതി കണക്ഷൻ കിട്ടില്ല. പിന്നെ വേറെ ചിലരാണെങ്കിൽ സ്ഥലം ഇപ്പൊ വാങ്ങിക്കോ, നമുക്ക് ആളുകളുണ്ട്, അതൊക്കെ നമുക്ക് തിരുത്തിക്കാം എന്നും പറഞ്ഞ് നമ്മുടെ തലയിൽ വെക്കാൻ നോക്കും. അതൊന്നും വിശ്വസിക്കരുത്. കാരണം ഹായ്, ഒരു വസ്തു വാങ്ങുമ്പോൾ ചെക്ക് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട രേഖ, അതായത് BTR, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു രേഖ ചെക്ക് ചെയ്യാതെ സ്ഥലം വാങ്ങി കുടുങ്ങിപ്പോയ നിരവധി പേര് നമ്മുടെ നാട്ടിലുണ്ട്. അത് ശ്രദ്ധക്കുറവ് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഈ രേഖയെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. മാത്രമല്ല ചില സാഹചര്യങ്ങളിൽ വസ്തു വിൽക്കുന്ന ആളോ അല്ലെങ്കിൽ അവരുടെ ബ്രോക്കറോ ഒക്കെ രേഖകളിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ BTR ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയാൽ നമുക്കത് കണ്ടെത്താം, ചതിയിൽപ്പെടാതെ രക്ഷപ്പെടുകയും ചെയ്യാം. ഇനി ഈ ചതിയിൽ പെട്ടു എന്ന് വിചാരിക്കുക, എന്തായിരിക്കും പ്രോബ്ലം? വാങ്ങിയ വസ്തുവിൽ ഒരു ഷെഡ് പോലും കെട്ടാൻ പറ്റില്ല, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്താൻ പറ്റില്ല എന്ന് സാരം. ഒപ്പം വൈദ്യുതി കണക്ഷൻ കിട്ടില്ല. അപ്പോ BTR ചെക്ക് ചെയ്യേണ്ടതിന്റെ ആവശ്യകത അല്ലെങ്കിൽ അത്യാവശ്യകത മനസ്സിലായല്ലോ. ഇനി BTR എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു വസ്തുവിനെ സംബന്ധിച്ച് സർക്കാർ അംഗീകൃത രേഖ സൃഷ്ടിക്കപ്പെടണം എങ്കിൽ പോക്കുവരവ് ചെയ്യണം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇല്ലേ? അതുപോലെ ഓരോ വസ്തുവിനെയും സംബന്ധിച്ച് റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള ആധികാരിക രേഖയാണ് BTR എന്ന് പറയുന്നത്. ഇനി BTR ഫുൾ ഫോം എന്ന് പറയുന്നത് ബേസിക് ടാക്സ് രജിസ്റ്റർ എന്നാണ്. ഈ BTRൽ ഭൂമിയുടെ ഉടമയുടെ പേര്, പ്രസ്തുത വസ്തുവിന്റെ വിസ്തീർണം, തണ്ടപ്പേർ നമ്പർ, ഇനം തുടങ്ങി എല്ലാ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇനി വസ്തുവിന്റെ ഉടമ ആരാണെന്നറിയാൻ 2 രേഖകളിലായിട്ട് 3 സ്ഥലങ്ങളിൽ ഒരേ പേരായിരിക്കണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വസ്തു എത്രയുണ്ടെന്നും ആധാരവും ഭൂനികുതി രസീതും ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഇനം എന്ന് പറയുന്നിടത്താണ് ചതി നടക്കുന്നത്. അതായത് അല്പം വളഞ്ഞ വഴിയിലൂടെ മറ്റ് രേഖകളിൽ ഇനം എന്ന് പറയുന്നത് മാറ്റി എഴുതിയ ആളുകളെ കബളിപ്പിക്കാം. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് BTR നമ്മൾ ചെക്ക് ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ വസ്തു ഏതിനത്തിൽപ്പെട്ടതാണ് എന്നുള്ള സത്യാവസ്ഥ അറിയുന്നതിനാണ്. അത് നിലമാണോ, പുരയിടമാണോ, തോട്ടമാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് സാരം. ഇനി പുരയിടമോ തോട്ടമോ ആണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ വാങ്ങുന്നത് ഒരു നിലമാണെന്ന് വെക്കുക, അവിടെ കെട്ടിടം പണിയാനും പറ്റില്ല, കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷൻ അല്ലാതെ മറ്റൊരു രീതിയിലുള്ള വൈദ്യുതി കണക്ഷൻ കിട്ടില്ല, അതായത് ഇൻഡസ്ട്രിയലോ അല്ലെങ്കിൽ ഹൗസിംഗ് പർപ്പസോ ഒന്നും കിട്ടില്ല. പ്ലോട്ടുകളായിട്ട് തിരിച്ച് വില്ല പ്രൊജക്റ്റ് തുടങ്ങാനാണെന്നും പറഞ്ഞ് ഏക്കർ കണക്കിന് നിലം പുരയിടമോ തോട്ടമോ ആണെന്നും പറഞ്ഞ് വാങ്ങി കോടികൾ നഷ്ടം സംഭവിച്ച ആളുകൾ വരെ ഉണ്ട് കേട്ടോ. പിന്നെ വേറെ ചിലരാണെങ്കിൽ സ്ഥലം ഇപ്പൊ വാങ്ങിക്കോ, നമുക്ക് ആളുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് തിരുത്തിക്കാം എന്നും പറഞ്ഞ് നമ്മുടെ തലയിൽ വെക്കാൻ നോക്കും. അതൊന്നും വിശ്വസിക്കരുത്. കാരണം നിലം പുരയിടമോ തോട്ടമോ ആക്കി മാറ്റിക്കിട്ടാനുള്ള സാധ്യത 1% എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് തിരുത്താനുള്ള അനുമതി നൽകേണ്ടത് സർക്കാരാണ്, അതായത് ട്രിവാൻഡ്രത്ത് നിന്ന്. ഒപ്പം നിലം എന്ന് രേഖപ്പെടുത്തിയ ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതി ലഭിക്കുന്ന സാഹചര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നിലം തണ്ണീർത്തടം സംരക്ഷണ നിയമങ്ങൾ പരിശോധിച്ച് സർക്കാർ അനുമതി നൽകുകയോ നിഷേധിക്കുകയോ ചെയ്തേക്കാം. നിഷേധിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റൂ. ഇനി നിലം എന്നുള്ളത് പുരയിടം എന്നാക്കി തിരുത്തിക്കിട്ടോ എന്ന് ചോദിച്ചാൽ അത്യപൂർവം സാഹചര്യങ്ങളിൽ, അതും ഒരു ക്ലറിക്കൽ പിഴവ് കൊണ്ടാണ് ഭൂമിയുടെ ഇനം മാറിയതെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തി നൽകിയേക്കാം. അല്ലാതെയുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ക്ലറിക്കൽ പിഴവാണെന്ന് സർക്കാർ എങ്ങനെ കണ്ടെത്തും എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഇതിനായിട്ട് വില്ലേജ് ഓഫീസിൽ പരാതി നൽകണം. പരാതി ലഭിക്കുമ്പോൾ സർക്കാർ BTRന് ആധാരമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ഓൾഡ് സെറ്റിൽമെന്റ് എന്ന തിരുവനന്തപുരത്തുള്ള റവന്യൂ വകുപ്പിലെ രേഖ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. കിട്ടിയാ കിട്ടി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതേ അവസ്ഥ. ഇനി ഈ BTR ആർക്ക് വേണേലും പരിശോധിക്കാട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഭൂമി ഉൾപ്പെട്ട വില്ലേജിൽ നിശ്ചിത ഫീസ് അടച്ച് അപേക്ഷ കൊടുത്താൽ മതി, നമുക്ക് BTRന്റെ പകർപ്പ് ലഭിക്കും. വിവരാവകാശ നിയമപ്രകാരവും ആവശ്യപ്പെടാം. ഇനി നിങ്ങൾ സ്ഥലം വാങ്ങുമ്പോൾ BTR നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യില്ലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.